CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മട്ടന്നൂരിൽ സ്വീകരണം നൽകി. 100 കണക്കിന് ആളുകളാണ് സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തത്. മട്ടന്നൂർ മണ്ഡലത്തിലെ അതിർത്തിയായ കളറോഡ് പാലത്തിന് സമീപത്ത് വെച്ച് 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കേരളീയ വേഷങ്ങൾ ധരിച്ചവരുടെയും വാദ്യമേളങ്ങളോടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ജാഥാ ലീഡർ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ സ്വീകരിച്ചു. കേരളത്തെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വർഗീയതയെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് സ്വീകരണ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തെ മലിനമാക്കാനാണ്, നമ്മുടെ ഐക്യം തകർക്കാനാണ്, കേരളത്തെ ഇല്ലാതാക്കാനാണ്. നമ്മുടെ ഐക്യം തകർക്കാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൂർണ്ണമാവാതുകൊണ്ടാണ് ഞാൻ അവസാനത്തെ വാചകം പറഞ്ഞത്. ഈ കേരളത്തെ ഇല്ലാതാക്കാൻ, തകർക്കാൻ ഈ വർഗീയവാദികൾക്കെതിരായി നമുക്ക് യോജിക്കാനാവണം. വർഗീയവാദികൾക്ക് കാര്യമായ വിശ്വാസമില്ല. അവർ വിശ്വാസം ഉപയോഗിക്കുകയാണ് രാജ്യാധികാരത്തിലേക്ക് പ്രവേശിക്കാൻ, ഹിന്ദു രാജ്യമുണ്ടാക്കാൻ, ഇസ്ലാം രാഷ്ട്രമുണ്ടാക്കാൻ അവരതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവർ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, മതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയാധികാര പ്രവേശനം. അതിനാണ് ഞങ്ങൾ വിളിക്കുന്നത് വർഗീയത. അപ്പോൾ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഏറ്റവും കരുത്തിന്റെ ശക്തി ഏതാണെന്നതിന് ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. അത് വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസി സമൂഹത്തെ ചേർത്ത് വിളിച്ചുകൊണ്ട് മാത്രമേ വർഗീയതയെ തകർക്കാനാവുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ ഒരു ഞങ്ങൾ ഈ ജാതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയാണ്. സ്വീകരണ യോഗത്തിൽ C വിജയൻ അധ്യക്ഷത വഹിച്ചു. ജാഥ അംഗങ്ങളായ KS സലീഖ, P സന്തോഷ് കുമാർ MP, മാത്യു കുന്നപ്പള്ളി, PP ദിവാകരൻ, PM സുരേഷ് ബാബു, മനയത്ത് ചന്ദ്രൻ, U ബാബു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.